ഗൈസ് ആക്ച്വലി ഞാനേ ഇന്ന് കുറേ നാളായി യൂട്യൂബ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തിനു വെറുതെ കാത്തിരിക്കണം, ഇപ്പം തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും മുടിയും താടിയും ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുത്തപ്പോൾ എന്താ എങ്ങുമില്ലാത്ത സൗണ്ട് വണ്ടിക്ക്. എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് വണ്ടിക്ക്, ചുമ്മാ സൗണ്ട് ഭയങ്കര ബഹളമാണ് വണ്ടി എടുത്തപ്പം. അപ്പം ഇനിയിപ്പം വണ്ടി നന്നാക്കാൻ പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മുടി താടി ശരിയാക്കാം. എൻ്റെ ഒരു അവസ്ഥയെ അങ്ങനെ എത്തി. ഇനിയിപ്പം എന്താ പ്രശ്നം എന്നുള്ളത് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ മുടിയും താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെന്ന് കിട്ടപ്പനാവാൻ. കെടുപ്പ് കണ്ട എന്തൊരു പാവാലേ, 2 ആഴ്ച കൂടുമ്പോൾ പണിയാ. ഓ കാക്കി എന്തോരി. അങ്ങനെ അത് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ വണ്ടിപ്പണി കഴിഞ്ഞു, പെട്ടെന്ന് പരിപാടി തീർത്തു. അങ്ങനെ വണ്ടിപ്പണിയും കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പം പറഞ്ഞ പോലെ മുടിയും താടിയും ഒന്ന് സെറ്റ് ചെയ്യണം. എൻ്റെ ഇപ്പോഴത്തെ കോല ഇതാണ്. ഇനി മുടിയും താടിയൊക്കെ വെട്ടിയിട്ട് എന്ത് കോലക്കേടായിട്ടാണ് വരണേന്ന് അറിയില്ല, നോക്കട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ മീ. ക്യാമറ ഇവിടെ ആയിരുന്നല്ലേ, സോറി. എജ്ജാതി ലക്കാന്നറിയോ? ലക്കല്ല, മുൻകൂട്ടി ബുക്ക് ചെയ്യാണ്ട് പോയ കാരണം അവിടെ ഓൾറെഡി ഫില്ലായതുകൊണ്ട് പറഞ്ഞു സാർ നമുക്ക് ഇന്ന് പറ്റൂല, ഓൾറെഡി ഫുള്ളാണെന്ന്. അപ്പോൾ ചമ്മിയിരിക്കുന്നു ഗൈസ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ചമ്മിയിരിക്കുന്നു. ഇനിയിപ്പം അടുത്ത സ്ഥലത്തോട്ട് പോയിട്ട് നോക്കാം, അവിടെ പോയിട്ട് നോക്കി നോക്കാം. ലൈക്ക് ഇനി അവിടെ എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. അവിടെയും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഭാഗ്യം പോലെ ഇരിക്കും. ഓക്കെ, അപ്പം ഇനി അടുത്ത സ്ഥലം നോക്കിയിട്ട് വരാം. ഇവിടെ വന്നപ്പോൾ വണ്ടിയുടെ സ്ഥലമില്ല, ഫുൾ ആൾക്കാർ. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ചമ്മീട്ട് തിരിച്ചു കൊണ്ടുവരും. ഇനിയിപ്പോൾ നോക്കണ്ട ഉള്ളിൽ കയറിയിട്ട്. അങ്ങനെ അവിടെ സാഹസികമായിട്ട് ചമ്മിയിരിക്കുന്നു. നല്ല ദിവസം വീണ്ടും ചമ്മി ഗൈസ്. അല്ല, ചമ്മൽ നമുക്കൊരു പുത്തിരി അല്ലെങ്കിലും അവർ പറഞ്ഞു ഇല്ല സർ, ഞങ്ങൾ ബിസിയാണ്, ഓൾറെഡി ബുക്കിങ്സ് ഉണ്ട്. സോ 7 മണിക്ക് ഇനി സ്ലോട്ട് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ സാർ 7 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് എന്താ കുഴപ്പം, നമ്മൾ 7 മണിക്ക് പോകും, നമ്മളിനി 7 മണിക്ക് പോകും, മുടി വെട്ടിയിട്ട് സെറ്റപ്പ് ആയിട്ട് വരും. നമുക്കൊന്നും വിഷയമുള്ളൊരു കാര്യമല്ല, അറിയാലോ. ഭയങ്കര വിഷമം. ഇന്ന് പോയിട്ട് എല്ലാത്തിനും പണി തന്നെ പണി. വ്ളോഗ് തുടങ്ങാൻ പറ്റിയ ദിവസം അല്ലേ. എന്തായാലും ചമ്മിയില്ലേ, ഒരു ചായ കുടിക്കാം, ആ വിഷമം അങ്ങോട്ട് മാറട്ടെ. ഒന്ന് പഴംപൊരി മേടിച്ചിട്ടുണ്ട്, സർപ്രൈസ്. മമ്മ ഓപ്പൺ ദ ഡോർ. ആരായി വന്നിരിക്കുന്നത് നോക്കൂ. പഴംപൊരി 7 മണിക്ക് ബുക്കിംഗ്. അവിടെ ബിസിയാ. വ്ളോഗ് എടുക്കാൻ ഞാൻ യൂട്യൂബിലിടാൻ ഈ കോലത്തിലാ കാണാൻ നമുക്ക്. അതെ, മമ്മിയുടെ നേരത്തെ എടുത്ത വീഡിയോ ഇടൂട്ടാ. കേക്കണ്ടാ മമ്മി? കേക്കണ്ടാ? നേരത്തെ എടുത്ത വീഡിയോയേ, ഇടൂന്ന്. ഭംഗിയുണ്ട് കാണാൻ, രസമൊക്കെ ഉണ്ട്, സുന്ദരി ഉണ്ട് അതില്. നിങ്ങളെ വീഡിയോ എടുത്തത് സുന്ദരി ഉണ്ട്, നിങ്ങള് നേരത്തെ എടുത്തേ.
ഞാനീ വ്ളോഗ് എടുക്കണത് ഈ ഹനാൻഷൊക്കെ ഇടുന്ന പോലെ ഡെയിലി ലൈഫ് ഇടാൻ വേണ്ടിട്ടാ. അങ്ങനത്തെ ഒരു ഐറ്റാണ് ഞാൻ ഉദ്ദേശിക്കണത്. അപ്പൊ നിങ്ങളൊക്കെ സഹകരിച്ചാൽ നല്ല രീതിക്ക് മുന്നോട്ട് പോവാം ആയിരുന്നു. കേട്ടോ ബാച്ചു? അറിയാത്ത പോലെ ഒന്നുകൂടി ഓക്കെ, അവളെ അറിയാത്ത പോലെ ഒന്നുകൂടി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എടുക്കാം. മറ്റേത് ഇടണില്ലേ, കട്ട് ചെയ്യാം. അറിയാത്ത പോലെ വരണതാ. എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വന്ന അപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കും. ഞാൻ ഞങ്ങള് പറയുകയും ചെയ്യും. പറയട്ടെ, ഒരു ചായ ഒരു പഴംപൊരിയാണെന്ന് കഴിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ചായ ഉണ്ട്. ഞാൻ ചായ കുടിച്ചു. നിങ്ങൾക്ക് വ്ളോഗ് ഇറങ്ങുമ്പോ മനസ്സിലാവും ചായ കുടിച്ചിട്ടുണ്ടോ. ഞാൻ ചായ കുടിച്ചിട്ടില്ല. മുട്ട ബജി, ഒരു മുട്ട ബജി, ഒരു ചായ. അതെങ്ങനെ നിങ്ങൾ പറഞ്ഞോളൂ. വ്ളോഗ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. യൂട്യൂബിലിടാളെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. വേണമെങ്കിൽ സ്റ്റെപ്പ് അപ്പിയറൻസ് കൊടുത്തോ. ഇറ്റ്സ് ഷാർപ്പ് 7 o'clock. പോയിട്ട് ഇനി മുടി കെട്ടിട്ട് വരാം. ഒരു നേരം ഉണ്ട്. ഞാൻ പോയിട്ട് ഷാറുഖ് ഖാനായിട്ട് വരാം. ബൈ ബൈ. അറ്റ് ലാസ്റ്റ് നമ്മളൊരു കാര്യം വിചാരിച്ച നടത്തിയിരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും പോയിട്ട് വരാം. എന്ത് കോലത്തിലാവുന്നു എനിക്കറിയില്ല, നോക്കാം. യെസ്, ഐ ആം ബാക്ക്. അപ്പൊ ഗൈസ്, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അല്ല നമ്മളൊരു കാര്യം ചെയ്യുന്ന ചെയ്തിരിക്കും. അല്ല പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് മമ്മിയോട് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പ കേക്കാം നല്ല വെടിപ്പായിട്ട് റിവ്യൂ. എങ്ങനെയുണ്ടാ? എന്നിട്ട് 5 രൂപ കൊടുത്ത 100 രൂപയുടെ അഭിനയം അവള് കാണിച്ചേക്കണേ. അഭിനയിച്ചതല്ല സത്യം എന്ന് പറയാൻ ആൾക്കാർ വിശ്വസിക്കില്ല. കുഴപ്പമില്ല, രസമുണ്ട്. നീ അവിടുത്തെ ആൾക്കാരോട് റിവ്യൂ ചെയ്യും. കട്ടിട്ടില്ലെന്ന് പറയണ ഏത് ലുക്ക്. ഇപ്പൊ ഷാറുഖ് ഖാന്റെ പോലെയില്ലേ? കൊണ്ടാക്കട്ടെ, എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണ് ഗൈസ്. കൊണ്ടാക്കട്ടെ. അല്ലെങ്കിൽ പൂവില്ലാതെ വന്നു കഴിഞ്ഞ പൂവില്ല, വലിച്ചു കൊണ്ടുപോകണം. പിന്നെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് പറ്റുന്നില്ലല്ലോ. അങ്ങനെ ആക്കിയിട്ട് അതിനാണ് ക്ലച്ച് അമർത്തണേ. ക്ലച്ച് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുക. എന്ത് ബുദ്ധിമുട്ടല്ലേ പിള്ളേരുടെ ഒരു കാര്യം. എനിക്കിത് പഠിപ്പിച്ചത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഫിദ ഷെരീഫ്. ഓ, അഫിദക്ക് ഒരു പ്രൊമോഷൻ, ഫ്രീ പ്രൊമോഷൻ. അവളെ അറിയിക്കാൻ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അഫിദയാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ്. എല്ലാവരും കേട്ടില്ല. എല്ലാവരും അറിയട്ടെ. ഇറക്കാറായി, ഇറങ്ങിക്കോ, പോക്കോ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാടി. ഇതൊന്നും ഞാൻ നോക്കട്ടെ. അപ്പൊ ശരി, ബൈ ഗൈസ്. ബൈ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ദിസ് ഈസ് മൈ ഫസ്റ്റ് എവർ യൂട്യൂബ് വ്ളോഗ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ പവർ. അപ്പോൾ നന്ദി, നമസ്കാരം.